എടുത്തിട്ടുണ്ടാവും. കുഴപ്പമില്ല മോളെ. അമ്മയാ? ആ അമ്മേ. ആ ഇത് ഞാനാടാ. ഇതെന്താ അമ്മയുടെ ഫോണിൽ നിന്ന് വിളിക്കുന്നേ? എന്റെ ഫോണ് കംപ്ലൈന്റാ. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ വിളിച്ചേ. എന്താ? മീര വന്നിട്ടുണ്ട്. അവൾക്ക് ഡൽഹി തന്നെ കിടന്നാ പോരെ? ബാക്കിയുള്ളവർക്ക് തലവേദന ഉണ്ടാക്കാൻ വേണ്ടി. നീ പെട്ടെന്ന് ഇങ്ങോട്ട് വാ. പിന്നൊരു കാര്യം, നമ്മൾ തമ്മിലൊന്ന് സംസാരിച്ച് ധാരണ ഉണ്ടാക്കിയിട്ട് നീ അകത്തേക്ക് കയറാവൂ. ഞാൻ അവളോട് ഒക്കെ പറയാൻ പോവാ. നീ സമാധാനപ്പെട്. നമുക്ക് തമ്മിൽ സംസാരിക്കാം. നീ വാ ഇങ്ങോട്ട്. ശരി, ഞാൻ ഉടനെ വരാം. എന്താ നന്ദ കാര്യം? ഒരു വിഷമത്തിലിരിക്കുമ്പോഴാ അടുത്തൊരു പ്രശ്നം വന്നു കയറിയിരിക്കുന്നത്. മീര വീട്ടിൽ വന്നിരിക്കുന്നു. എന്നോടങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു ചേച്ചി. ചേച്ചിയെ കണ്ടിട്ട് മീരയോട് സംസാരിക്കാമെന്നൊക്കെ പറഞ്ഞു. എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്. ദേവിക ദൂരെ അന്യസ്ഥലത്തേക്ക് പോയപ്പോ തന്നെ കൃത്യമായിട്ടും മീര വന്നല്ലോ. അവൾ ഇന്നലെ രാത്രി എന്നെ വിളിച്ചിരുന്നു, കാണാന്നൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പോഴെനിക്ക് തലവരുത്ത് വന്നതാ. അല്ലെന്നെന്താ, വെറുതെ ഒരു തോന്നലാ? എന്താ ഗൗരി? മീരയുടെ ഇപ്പോഴത്തെ ഈ വരവില് മറ്റെന്തെങ്കിലും പ്ലാനിംഗ് ഉണ്ടോ? ഇതിന്റെ പുറകില് പ്രഭാന്റിക്ക് എന്തെങ്കിലും കൈയുണ്ടോ? കാട്ടുമുത്തപ്പന്റെ അമ്പലത്തിൽ പോയത് ആ ബ്രഹ്മദത്തൻ തിരുമേനി പറഞ്ഞിട്ടല്ലേ? അമ്മയ്ക്കതിൽ പങ്കുണ്ടെന്ന് തോന്നുന്നില്ല. പിന്നെ മീരയുടെ വരവ് ഒന്നും പിടികിട്ടുന്നില്ല. ഞാൻ നന്ദനെ വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല. ചില കാര്യങ്ങളില് നമ്മൾ എല്ലാ വഴിയും ചിന്തിക്കണമല്ലോ. ഇപ്പൊ തന്നെ ചെന്ന് ദേവികേച്ചിയുടെ കാര്യം പറഞ്ഞേട്ടാ. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞു എന്നറിഞ്ഞാ പിന്നെ മീരച്ചി അവിടെ നിൽക്കില്ലല്ലോ. ഏതായാലും നന്ദൻ ചെല്ല്. മുരളിയേട്ടൻ വരുമ്പോ വിളിക്കാൻ പറയാം. ശരി. പാവം നന്ദേട്ടൻ. റോഡ് ഇവിടെ തീരുവാ. ഇനി അങ്ങോട്ട് നടക്കണം. ഇറങ്ങാ എന്റെ. കൃഷ്ണ, നടന്നോ, ഇതാ വഴി. ആരെയും കാണുന്നില്ലല്ലോ. സാരമില്ല ആന്റി, ആൾക്കാർ കുറവുള്ള സ്ഥലമാണെന്ന് അറിയായിരുന്നല്ലോ. രമേശ, കുറച്ചു നേരം ഞങ്ങളുടെ കൂടെ ഒന്ന് വരുവോ? അയ്യോ, അത് പറ്റില്ല. നിങ്ങളെ ഇറക്കിയിട്ട് പെട്ടെന്ന് ചെല്ലാനാ മാഡം പറഞ്ഞേക്കുന്നത്.
എനിക്ക് ഉടനെ പോണം. അപ്പോ നാളെ തിരികെ പോവാൻ? ആ അതിന് വേറെ വണ്ടി വരുമെന്നാ പറഞ്ഞു. ഈ വനത്തിനകത്തെ ആദിവാസി ഊരൊക്കെ ഉണ്ട്. അവിടെ ആൾക്കാരൊക്കെ ഉണ്ട്. നിങ്ങൾ പേടിക്കണ്ട, നടന്നാ മതിയെന്നേ. ശരി ചേട്ടാ, ആ. ഞങ്ങൾ പോവാ. ദേവി, ഒരു ആപത്തും വരുത്താതെ ഞങ്ങളെ കാത്തോളണേ. വാ ആന്റി. ഓ പൊയ്ക്കോളൂ. ആ പറ രമേശ. അണ്ണം പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. മീര എവിടെ? അകത്തുണ്ടോ? ഇന്നലെ എന്നെ വിളിച്ചിരുന്നു. ഇന്ന് തന്നെ ഇങ്ങോട്ട് വരുമെന്ന് പ്രതീക്ഷിച്ചില്ല. എടാ, അവളിനി ഇവിടെ ഉണ്ടാവുന്ന തോന്നുന്നേ. ദേവിക തിരിച്ചെത്തുമ്പോ ഇവിടെ എന്ത് സംഭവിക്കും? എന്ത് സംഭവിക്കാൻ? എന്റെ ദേവി ഇങ്ങോട്ട് തിരിച്ചു വരാതിരിക്കാനുള്ള പ്ലാനിങ് അതൊക്കെ. പ്ലാനിങ്ങോ? ആരുടെ? ചേച്ചി, ദേവി ധൃതിപ്പെട്ട് ആ കൊടുങ്കാട്ടിലേക്ക് പറഞ്ഞു വിട്ടിട്ട് മീര ഇങ്ങോട്ട് കൊണ്ടുവന്ന അമ്മയാ. വീണ്ടും പഴയതൊക്കെ ആവർത്തിക്കാനാ നീക്കം. അല്ലടാ, മീരയുടെ ഇന്നത്തെ വരവ് അമ്മ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. അതെങ്ങനെ ചേച്ചിക്കറിയാം? സത്യത്തിൽ മീരയെ കണ്ടപ്പോ അമ്മ ഞെട്ടിപ്പോയി. പിന്നൊരു കാര്യം, അമ്മയുടെ തീരുമാനങ്ങൾക്ക് ഒരു മാറ്റവും വന്നിട്ടില്ല. ആരുടെയും തീരുമാനമൊന്നും മാറ്റണ്ട. ഞാൻ ഇപ്പൊ തന്നെ മീരയോട് ദേവിയുടെ കാര്യം തുറന്നു പറയാൻ പോവാ. എന്റെ വിവാഹം കഴിഞ്ഞതാണെന്നും ദേവി എന്റെ ഭാര്യയാണെന്നും ഞാൻ ഇപ്പൊ തന്നെ പറയും. എനിക്ക് വേണ്ടി സമയം പാഴാക്കാതെ മറ്റാരെങ്കിലും കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കട്ടെ. എടാ വേണ്ട, ഇനി ഇപ്പൊ ഇങ്ങനെയൊന്നും പറയാൻ പറ്റിയ സാഹചര്യമല്ല. ഞാൻ നിന്നെ കാത്തുനിന്നത് ഇത് പറയാൻ വേണ്ടിട്ടാ. മീരയുടെ ഇപ്പൊ ഒന്നും പറയരുത്. ഇതിനി വച്ചു നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല ചേച്ചി. ഇപ്പൊ തന്നെ വൈകിപ്പോയി. എടാ നിക്ക്, വേണ്ടെന്നെന്താ? വ്യക്തമായിട്ട് ആലോചിച്ചിട്ട് മതി കാര്യങ്ങൾ പറയുന്നത്. ചേച്ചി ഇങ്ങോട്ട് മാറ്. ഇപ്പൊ തന്നെ പറയണം. എടാ പറയുന്ന കേക്ക്. നീ അങ്ങോട്ട് മാറിക്കൊടുക്കടി. അവൻ പോയി പറയട്ടെ. അവനെ വിട്. അവൻ മീരയോട് കാര്യങ്ങൾ പറയട്ടെ. അമ്മേ, ഉള്ള സത്യം മീര അറിയണം. ഇത് പറ്റില്ല. പറഞ്ഞു. ഒരു കാര്യം മനസ്സിൽ വച്ചിട്ട് വേണം പറയാൻ. മറ്റൊരു പെണ്ണിനെ നീ കല്യാണം കഴിച്ചുവെന്ന് മീര അറിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത നിമിഷം അവൾ ആത്മഹത്യ ചെയ്യും. ആ ആത്മഹത്യയുടെ ഉത്തരവാദിത്വം നീ ഏറ്റെടുക്കണം. എന്താ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യണം? അവൾ എന്തിനു സത്യം അറിയുമ്പോ അങ്ങനെ ചെയ്യണം? ഞങ്ങൾ തമ്മിൽ പ്രേമത്തിലായിരുന്നു. നിനക്കങ്ങനെ ആയിരുന്നില്ല. നീ അവളെ ചതിച്ചതല്ലേ? രമേ, നീ
അവളുടെ കഴുത്തിൽ കെട്ടിയ താലി ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. മനസ്സുറയ്ക്കുന്ന പ്രായം മുതൽ നിന്റെ പേര് അവളുടെ മനസ്സിലുള്ളത്. നീ ചതിക്കുമെന്ന് ചിന്തിക്കാത്തത് കൊണ്ട് ഞാനും ആശ കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴും നിന്നെ ഓർത്ത് കഴിയുന്ന നീ താലി കെട്ടിയ പെണ്ണ അവള്. അമ്മേ, ഇങ്ങനൊന്നും പറയരുത്. നിനക്കറിയോ, നിന്റെ പേര് അവളുടെ ദേഹത്ത് പച്ച കുത്തിയിട്ടുണ്ട്. മരിച്ചാലും മായ്ച്ചു കളയാൻ പറ്റാത്ത തെളിവ്. മനസ്സിൽ കുറിച്ചിട്ടത് തുറന്നു കാണിക്കാൻ പറ്റില്ലല്ലോ. ദയവ് ചെയ്തൊരു പാവം പെണ്ണിനെ കൊലയ്ക്ക് കൊടുക്കരുത്. നീ ഇപ്പൊ ഹീറോ കളിച്ച് അവൾക്ക് എന്തെങ്കിലും സംഭവിച്ച പിന്നെ നിന്റെ അമ്മയും പോകും പരലോകത്തേക്ക്. അമ്മേ, ദേവികയുടെ കാര്യങ്ങളും മീര അറിഞ്ഞ ഞാനും ജീവനൊടുക്കും. ഇതെന്തൊരു കഷ്ടമാണ്. എന്റെ ആഗ്രഹത്തിന് അഭിപ്രായത്തിനൊന്നും ഒരു വിലയില്ലേ. ഞാൻ താലി കെട്ടി പെണ്ണ ദേവി. ദോഷം മാറാനെന്നൊക്കെ പറഞ്ഞ് കൊടും കാട്ടിലേക്ക് അയച്ചിരിക്കുക എല്ലാരും കൂടി അവളെ. അതിനിടയിലേക്ക് ഒരു മീര പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. എനിക്കാണെങ്കിൽ ഒന്നും പറയാനും പാടില്ല. മീര നിന്റെ ഭാര്യയായത് ഈ ലോകം മുഴുവൻ കണ്ടതാ. ആ കേസ് ഒരു കോടതിക്ക് മുൻപിൽ എത്തിയാലുണ്ടല്ലോ, പിന്നെ നിന്നെ രക്ഷിച്ചെടുക്കാൻ എനിക്ക് പോലും പറ്റില്ല. മര്യാദയ്ക്ക് ഞാൻ പറയുന്നതനുസരിക്ക്. ആരോടും ഇപ്പൊ ഒന്നും പറയാൻ പോകണ്ട. എല്ലാം ഞാൻ തക്ക സമയത്ത് കൈകാര്യം ചെയ്തോളാം. നന്ദ, തൽക്കാലം മീരയോട് കല്യാണക്കാര്യൊന്നും പറയാതിരിക്കുന്നേ നല്ലത്. ദേവിക തിരിച്ചു വരട്ടെ. അവള് തിരിച്ചു വരുമ്പോ മീരയെല്ലാം അറിയില്ലേ? അതിനിടയിൽ നമുക്ക് ചില തീരുമാനങ്ങളൊക്കെ ഉണ്ടാക്കാം. വരട്ടെ. എനിക്കാണെങ്കിൽ ദേവിയുടെ കാര്യമൊന്നും അറിയാനും പറ്റുന്നില്ല. അവള് ഫോൺ ഇവിടെ വാങ്ങി വെച്ചിരിക്കല്ലേ. നിനക്ക് ദേവിയോട് സംസാരിക്കാൻ അത്രയ്ക്ക് ആഗ്രഹമാണോ? അതെന്തൊരു ചോദ്യാ. എന്റെ അവസ്ഥ എന്താന്ന് ചേച്ചിക്ക് അറിയില്ലേ? അവളുടെ കാര്യങ്ങളൊന്നും അന്വേഷിക്കാൻ പോലും പറ്റുന്നില്ല. ആന്റി സൂക്ഷിച്ചിറങ്ങണേ. ഒന്ന് പിടിച്ച്. കൈതാ. അയ്യോ. ആ മോളെ, ഇതിലങ്ങോട്ട് വഴിയുണ്ടല്ലോ. അങ്ങോട്ടായിരിക്കും. വാ ആന്റി. ഇവിടെ എങ്ങനെ ഒരു മനുഷ്യനെ പോലെ കാണുന്നില്ലല്ലോ വഴി ചോദിക്കാൻ. വാ നടക്ക ആന്റി. എങ്കിൽ നീ എന്റെ ഫോണിലേക്കൊന്ന് വിളിക്ക്. ചേച്ചി എന്തായി പറയുന്നേ? എടാ, നീ ഒന്ന് വിളിക്കടാ. വിളിക്ക്. റിങ്ങുണ്ട്. നീ സംസാരിക്കേ. ആന്റി മൊബൈൽ കൊണ്ടുവന്നോ? ഇത് രജനി മോളുടെ ഫോണാ. സംസാരിക്കാൻ ആരും കാണാതെ എന്റെ കയ്യിൽ തന്നുവിട്ടതാ. ദാ മോള് സംസാരിക്കേ. ഹലോ. ദേവി? ദേവിയാ? മിഴിച്ചു നിൽക്കാതെ സംസാരിക്കടാ. ഹലോ ദേവി. നന്ദു, യാത്രയൊക്കെ എങ്ങനെ? അമൃത എത്താറായോ? ടയർഡായോ നീ? അമ്പലത്തിൽ ചെന്ന് പ്രാർത്ഥിക്കാനുള്ള ഒറ്റ ലക്ഷ്യത്തിലാ പോകുന്നെ. അതുകൊണ്ട് തന്നെ വലുതായിട്ട് ക്ഷീണമൊന്നും അറിയുന്നില്ല. നന്ദു പേടിക്കണ്ട, ഞങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല.
നന്ദു, രജനി ചേച്ചിയോട് എന്റെ സ്നേഹം അറിയിക്കണം. നന്ദുന്റെ ഭാഗ്യ ചേച്ചി പോലൊരു പെങ്ങളെ കിട്ടിയത്. നമ്മുടെ കാര്യത്തിൽ എത്ര വലിയ ശ്രദ്ധയാ. ഇപ്പോ ഈ ഫോൺ കൊടുത്തയച്ചു. മറ്റാരും ചെയ്യാത്ത കാര്യ. ചേച്ചി അടുത്തുണ്ട്, ഞാൻ കൊടുക്കാം. ആ ദാ. ദേവിയ. ദേവിക, ചേച്ചി, ചേച്ചി ഈ കാണിക്കുന്ന കരുതലിന് എങ്ങനെയാ നന്ദി പറയാ? ചേച്ചിയുടേത് വലിയ മനസ്സാ. അത് കൊള്ളാലോ. എന്റെ ഫോണ് ഭാർഗവി എന്റെ കൈ കൊടുത്തു. അതൊരു മഹാകാര്യമൊന്നുമല്ല. എന്തായാലും അതൊക്കെ നമുക്ക് വന്നിട്ട് സംസാരിക്കാം. ഞാൻ നന്ദിന്റെ കൊടുക്കാം. ദേവി, ശ്രദ്ധയോടെ പോണേ. എന്തേലും ആവശ്യം വന്നാ ഉടനെ വിളിക്കണം. ശരി നന്ദു. ശരി. പാവൻ രജനി ചേച്ചി ബാക്കി എല്ലാവരുടെയും കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. താങ്ക് യു ചേച്ചി. എന്താടാ? എല്ലാവരുടെ അവസ്ഥ മനസ്സിലാക്കി ചേച്ചി പ്രവർത്തിക്കുന്നു. പക്ഷേ ചേച്ചിയെ ഞാൻ മനസ്സിലാക്കിയില്ല. സോറി ചേച്ചി. ഒന്ന് പോടാ അവിടുന്ന്. വാ. വാ. പക്ഷേ ചേച്ചിയുടെ ജീവിതം പാവ രജനി മോള്. അണ്ണാ, ഞങ്ങളിവിടെ എത്താറായി. ഇവിടെ ഞങ്ങൾ റെഡിയാ. ആ കാർ തിരിച്ചു പോയിട്ട് വനത്തിനുള്ളിലോട്ട് കയറാന്ന് കരുതി. ആ ഓക്കെ, ശരി അണ്ണാ. ഇയാളിത് എന്ത് പണിയാ കാണിച്ചേ? അവിടെ കാറ് നിർത്തിയെടുത്തുനിന്ന് പിടിച്ചോണ്ട് പോവാന്ന് വിചാരിച്ചപ്പോ ഇയാൾ വണ്ടി എടുത്തോണ്ട് വെക്കളഞ്ഞല്ലോ. നന്ദൻ സാർ വിളിച്ചിരുന്നു. കാർ വഴി നിർത്തി എന്തിനാണെന്ന് ചോദിച്ചു. എനിക്കെന്തോ ഒരു അപകടം മണത്തു. അതാ ഞാൻ വിട്ടുകളഞ്ഞു. അവരെ കരടിപ്പാറയ്ക്കടുത്ത് ഇറക്കി വിട്ടു. ദാ, സുഭാഷ് അണ്ണ എവിടെ? ഇവിടെ എത്തിയോ? അണ്ണ എത്തേണ്ട സമയത്ത് എത്തേണ്ട സ്ഥലത്ത് കൃത്യമായിട്ട് എത്തിയിരിക്കും. വാ പോവാ. അയ്യോ, എന്തായി കാണിക്കുന്നേ? ഗൗരിയച്ചിയുടെ അടുക്കള കയറില്ലെന്ന് പറഞ്ഞിട്ടല്ലേ അമ്മ പോയത്? ഇവിടുത്തെ പണിയെടുക്കാനല്ലേ ഞാൻ ലീവ് എടുത്ത് ഇവിടെ നിൽക്കുന്നേ. എന്നിട്ട് അടുക്കളക്കാരി എന്താ ഇവിടുത്തെ ജോലിയൊന്നും ചെയ്യാത്ത? ഉച്ചയൂണിന് വല്ലതും വേണമെങ്കിലേ അതിനു വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ? ഡേഡേ, വല്ല കൊച്ചമ്മ ചമയൊന്നും വേണ്ട. കൃത്യസമയത്ത് ആഹാരം വിളമ്പി മുമ്പിൽ വെച്ച് തരും. പോരെ? ഓ, അത് മതിയേ. അങ്ങോട്ട് മാറി നിന്നെ. അതെ, മുരളേട്ടൻ കഴിക്കാൻ വരുന്നത് 2 മണിക്ക് ശേഷം. അപ്പോഴേക്കും ഊണും കറി റെഡി ആയിരിക്കും. അമ്മച്ചി പോയി മുറിയിലിരുന്നട്ടെ. ചെല്ല്. മുരളേട്ടനാ? ഹലോ മുരളേട്ട. ഗൗരി, ഞാന് അത്യാവശ്യമായിട്ട് ഒരിടം വരെ പോവാ. അപ്പൊ ഊണ് കഴിക്കാൻ വരുന്നില്ലേ? ഇല്ല, അതാ വിളിച്ചത്. എന്തത്യാവശ്യം? നേരത്തെ ഞാൻ വിളിച്ചല്ലോ, എന്താ ഫോൺ എടുക്കാഞ്ഞേ? ഇപ്പൊ ഇവിടെ പോവാ? അത് ഞാൻ വന്നിട്ട് പറയാം. ഇപ്പൊ ഇവിടെ ഒന്ന് പറഞ്ഞാൽ ശരിയാവില്ല. അതുകൊണ്ടാ. ശരിയെന്നാ. എന്താ, മുരളേട്ടൻ വരില്ലേ? ഇല്ല, അത്യാവശ്യമായിട്ട് എവിടെ പോവാനുണ്ടെന്ന്. എന്നാ നമുക്ക് ഓൺലൈനിൽ നിന്ന് ഫുഡ് ഓർഡർ ചെയ്താലോ? മര്യാദയ്ക്ക് പോയി ജോലി ഏടി. വെറുതെ ലീവ് എടുത്ത് വീട്ടിലിരിക്കുക. എന്റെ യോഗം അല്ലാതെന്താ? അച്ഛാ, ദേവി ഇപ്പൊ അവിടെ എത്തിയിട്ടുണ്ടാവും. കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഞാൻ ആ ഡ്രൈവറെ വിളിച്ചിരുന്നു. അയാൾ അവിടെ നിന്ന് തിരിച്ചു. പക്ഷേ എന്തോ മനസ്സിലൊരു പേടി. പിന്നെ കൃത്യസമയത്ത്
മീര ഇവിടെ എത്തി. ഞാനവളെ കണ്ടില്ല. എന്നെ വിളിച്ചിരുന്നു. ഇന്ന് തന്നെ ഞാൻ മീരയോട് ദേവി വിവാഹം കഴിച്ച കാര്യം പറയട്ടെ അച്ഛാ. ചേച്ചി പറയുന്നു ഇപ്പോഴൊന്നും പറയണ്ടെന്ന്. ബലരാമൻ അങ്കിളിനെ അറിയിച്ചിട്ട് പറഞ്ഞാൽ മതിയെന്നാ പറയുന്നേ. ഞാൻ എന്താ വേണ്ടത്? പറയണ്ടേ അവളോട്? പറയണ്ടല്ലേ? അമ്മ പറയും പോലെ എന്തേലും അവിവേകം കാണിക്കുന്നൊരു ടെൻഷൻ എനിക്കുണ്ട്. എന്തായാലും നാളെ ദേവി തിരിച്ചെത്തുമ്പോ മീര കാര്യങ്ങളൊക്കെ അറിയല്ലോ. ദേവി വന്നിട്ട് മറ്റെന്തെങ്കിലും ഡ്രാമ കളിക്കാനാണെങ്കിൽ ഞാൻ എൻ്റെ പെണ്ണിനെ വിളിച്ച് എങ്ങോട്ടെങ്കിലും പോകും. അച്ഛന് വിഷമാവരുത്. ഞങ്ങളെ തടയരുത്. മതി, അത് മതി. എന്തായാലും മീരയൊന്ന് കാണട്ടെ. മോക്ക് ക്ഷീണമുണ്ടോ? ഇല്ല ആന്റി. ഇവിടുത്തെ ഭജന കഴിയുന്നതോടെ ക്ഷീണമൊക്കെ മാറും. പ്രഭകുഞ്ഞിന് ഇപ്പോൾ ഉള്ള മുൻദേഷ്യവും മോളോടുള്ള പരിഭവം ഒക്കെ മാറും. പ്രഭാന്റെ പണ്ട് ഇങ്ങനെ ദേഷ്യമുള്ള ആളായിരുന്നോ? വിചാരിച്ച കാര്യം നടത്താൻ ഏതുവരെയും പോകുമായിരുന്നു. ഞാൻ കേട്ടിട്ടുള്ളതാ. നന്ദമോൻ ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോ ഹെഡ് മാസ്റ്റർ തല്ലി. നന്ദമോൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്തോ ദേഷ്യത്തില് ഹെഡ് മാസ്റ്റർ തല്ലിയതാ. പ്രഭകുഞ്ഞ് രണ്ടും കൽപ്പിച്ചങ്ങ് ഇറങ്ങി. അവസാനം ഹെഡ് മാസ്റ്റർ ജോലി പോയത് മാത്രമല്ല, സ്കൂളിന്റെ അംഗീകാരം തെറിച്ചു. ഒരു കാര്യത്തിൽ ഇറങ്ങിയാല് പിന്നെ ശരിയും തെറ്റും ഒന്നും നോക്കില്ല. ആ ചില രീതികളൊക്കെയാ മോളോട് കാണിക്കുന്നത്. പക്ഷെ രജനിമോളും നന്ദമോനൊക്കെ മോൾക്ക് വേണ്ടി നിൽക്കുമ്പോ ഒന്നും പേടിക്കണ്ട. പ്രഭകുഞ്ഞ് വൈകാതെ തന്നെ എല്ലാം മനസ്സിലാക്കും.